അങ്ങ് ആദ്യം വായിച്ചതൊന്നും വിട്ടു, പിന്നെ തിന്നിട്ട് അടുത്തേക്ക് പോയേ. ഇനി മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തുതരാം. അല്ല, മുഴുവൻ വേണമെങ്കിൽ അതിനകത്തുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ ദേശാമരി അങ്ങ് വായിച്ചതിനകത്തുള്ള പേജുകൾ ഉൾപ്പെടെ വേണമെങ്കിൽ എടുത്ത് വായിക്കാം. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ അഴിമതി, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിലും പ്രതിഷേധിച്ചാണ് രാഘവനെതിരെ കരിങ്കൊടി കാട്ടിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബില്ല് സഭയിൽ വന്നപ്പോൾ UDF വേണ്ടി സംസാരിച്ചത് വണ്ടൂർ MLA UDF മുതിർന്ന അംഗവുമായ AP അനിൽകുമാറാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം സഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രതിപക്ഷം തുടർച്ചയായിട്ട് കൂത്തുപറമ്പ് സംഭവമാണ് എടുത്തിരുന്നത്. ഇടതുപക്ഷം കൂത്തുപറമ്പ് സമരത്തിൻ്റെ ആവശ്യത്തിൽ നിന്ന് പുറമോട്ട് പോയെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. എന്നാൽ ഇതിനെ വ്യക്തമായിട്ട് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ സഭാ സമ്മേളനത്തിൽ മന്ത്രി P രാജീവ് കൗണ്ടർ ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു കൂത്തുപറമ്പ് സമരമെന്ന്. അത് MV രാഘവനും K കരുണാകരനും എതിരായിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് അത് വീണ്ടും സഭയിലെടുത്തിട്ട് അത് ആ സമരത്തിൻ്റെ ആവശ്യത്തിൽ നിന്ന് ഇടതുപക്ഷം CPM, SFI, DYFI ഇടതുപക്ഷ സംഘടനകൾ പുറമോട്ട് പോയെന്ന് വീണ്ടും സ്ഥാപിച്ചെടുക്കാനാണ് AP അനിൽകുമാർ ശ്രമിച്ചത്. കൂത്തുപറമ്പ് സംഭവത്തിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ വാർത്ത കൂടി ഉദ്ധരിച്ചായിരുന്നു AP അനിൽകുമാറിൻ്റെ ശ്രമം. പക്ഷേ AP അനിൽകുമാർ അതിനൊരു അബദ്ധം കാണിച്ചിരുന്നു. AP അനിൽകുമാർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രീ രാജീവ് പറഞ്ഞ ഒരു മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളന്ന് വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിനോ സ്വാശ്രയ വിദ്യാഭ്യാസ സമരവും ആയിരുന്നില്ല. ഞങ്ങൾ K കരുണാകരനും MV രാഘവനും വ്യക്തിപരമായ ചില അജണ്ടകൾ നടപ്പാക്കുന്നു എന്നുള്ളതിനെതിരെയുള്ള സമരമാണ്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെയുള്ള സമരമല്ല, അതുപോലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരമല്ല അദ്ദേഹം നടത്തിയത് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആ സംഭവം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെയാണ് സമരം നടത്തിയത്. പക്ഷെ രാജീവിനെ പോലെ ഒരാൾ ഈ സഭയിൽ അത് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട, ഇത് പാർട്ടി ക്ലാസ്സിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം കൂട്ടാതെ വിഴുങ്ങുന്ന ആളുകളല്ല ഇപ്പുറത്തിരിക്കുന്നതെന്ന് അങ്ങൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്നിട്ടും അങ്ങ് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, അങ്ങ് എല്ലാ കാര്യങ്ങളും എത്ര മനോഹരമായിട്ട് പറയാൻ കഴിയും എന്നുള്ളത് അങ്ങേക്കും ബോധ്യമാണ്, എനിക്കും ബോധ്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് ചെയ്ത് അന്നത്തെ വെടിവെപ്പ് നടന്ന അടുത്ത ദിവസത്തെ ദേശാഭിമാനി പത്രം എടുത്തു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ദേശാഭിമാനി പത്രത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, സർ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ അഴിമതി, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിലും പ്രതിഷേധിച്ചാണ് രാഘവനെതിരെ കരിങ്കൊടി കാട്ടിയത്. വിദ്യാഭ്യാസം വിറ്റ് കാശുമാറുന്ന കരുണാകര ഭരണത്തിനെതിരെ വ്യാപകമായ പ്രക്ഷോഭ സമരങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് താല്പര്യവും ഉത്കണ്ഠയും ഉള്ള മുഴുവൻ ആളുകളും സർക്കാരിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സമരരംഗത്താണ്. അതുമായി ബന്ധപ്പെട്ട സമരമാണ് അന്ന് നടന്നത്. AP അനിൽകുമാർ ഇവിടെ മേജർ ഹെഡ്ലൈൻ ഒന്നും പറയാതെ സബ് ഹെഡ്ലൈനോട് ഡയറക്റ്റ് കയറിയാണ് സംസാരിച്ചത്. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി മന്ത്രി P രാജീവ് അപ്പോൾ തന്നെ AP അനിൽകുമാർ സംസാരിച്ച് ഉടനടി തന്നെ മന്ത്രി P രാജീവ് കൊടുക്കുന്നുണ്ട്. മന്ത്രി P രാജീവിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അംഗം മാസങ്ങൾക്ക് ശേഷം ഗവേഷണം നടത്തി ഒരു പ്രതികരണം നടത്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചാതുരിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് പലതവണ ഇവിടെ വന്നല്ലോ. എന്താ ഞാനന്ന് പറഞ്ഞതെന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓർമ്മയിൽ നിന്ന് തന്നെ പറയാം. അന്ന് K കരുണാകരൻ, MV രാഘവൻ, മുഖ്യമന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി, ഇവർ രണ്ടുപേരും പ്രൈവറ്റ് സ്റ്റാറ്റസിൽ എടുത്തിട്ട് സൊസൈറ്റി ഉണ്ടാക്കി. ആ സൊസൈറ്റിയിലേക്ക് ഈ സ്വത്തുക്കളായി കൈമാറാനുള്ള തീരുമാനം എടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ വന്നപ്പോഴുണ്ടായ പ്രതിഷേധമാണ്. അന്ന് സ്വാശ്രയത്തിനെതിരെയുള്ള സമരം വേറെ നടക്കുന്നുണ്ട്. ആ പ്രധാനമായിട്ട് അവിടെ നടന്ന സംഗതി അതാണ് ഞാൻ പരാമർശിച്ചത്. ആദ്യം വായിച്ചതൊന്നും വിട്ടു, പിന്നെ തിന്നിട്ട് അടുത്തേക്ക് പോയേ. ഇനി മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തുതരാം. അല്ല, മുഴുവൻ വേണമെങ്കിൽ അതിനകത്തുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ ദേശാമരി അങ്ങ് വായിച്ചതിനകത്തുള്ള പേജുകൾ ഉൾപ്പെടെ വേണമെങ്കിൽ എടുത്ത് വായിക്കാം. അതാണ് അതിനകത്തുണ്ടായത്. പിന്നെ അതിനകത്തൊരു വ്യത്യാസം, ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് അന്ന് പറഞ്ഞാണ് ശരി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് സ്വകാര്യവൽക്കരണം. ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും പണം മുടക്കുകയാണല്ലോ, ഞങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല, സ്വകാര്യ മൂലധനത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന് അങ്ങ് പറയുകയുണ്ടായി. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിൽ വ്യത്യാസം. ഞങ്ങൾ ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള പരമാവധി ഫണ്ട് വർദ്ധിപ്പിക്കുകയും
അതോടൊപ്പം തന്നെ സ്വകാര്യ മൂലധന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് നിങ്ങളുടെ നയവും ഞങ്ങളുടെ നയവും തമ്മിലുള്ള വ്യത്യാസം. മിനിസ്റ്റർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എല്ലാവരുടെയും സംശയം ദൂരീകരിക്കുന്ന മറുപടിയാണ് മന്ത്രി പി രാജ് അവിടെ നൽകിയത്. കൂത്തുപറമ്പ് സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിനെയും ഇടതുപക്ഷ നേതാക്കളെയും ആ മരണപ്പെട്ടു പോയ രക്തസാക്ഷികളെ നോവിക്കാൻ വേണ്ടി പ്രതിപക്ഷവും BJPയും ശക്തമായ ശ്രമം നടത്തുന്നുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള മറുപടിയാണ് മന്ത്രി പി രാജ് അവിടെ നൽകുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ആ സമരമെന്നും ആ സമരത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വ്യക്തമായി പറയുന്നുണ്ട്. വെടിവെപ്പ് നടന്നത് എന്തുകൊണ്ടാണെന്നും മന്ത്രി പി രാജ് നേരത്തെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് മന്ത്രി ഇവിടെ വ്യക്തമാക്കുന്നത്. മന്ത്രി പറയുകയാണ്, ദേശാഭിമാനിയുടെ വാർത്ത മൊത്തം അദ്ദേഹം വായിച്ചില്ല, തനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് AP അനിൽകുമാർ വായിച്ചതെന്നും മന്ത്രി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും ഇത്തരം അബദ്ധങ്ങളുമായിട്ട് പ്രതിപക്ഷം സഭയിൽ വരുത്തില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം.